വെടിവെപ്പ് നടന്ന യുപിയിലെ സോൻഭദ്ര ജില്ലയിലെ ഉംബ ഗ്രാമത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് മാത്രം പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് യോഗി സർക്കാർ. മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവിടെ ചെല്ലാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ന്യൂസ് 18 പുറത്തുവിട്ട റിപ്പോർട്ട്. അഖിലേഷ് യാദവ് ആ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്, BSPയുടെ മായാവതി എത്തിയിട്ടുണ്ട്, CPIMന്റെ നേതാക്കന്മാരും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് മാത്രം അവിടെ പോകാൻ വേണ്ടി സാധിക്കില്ല. കാരണം അവിടെ 144 നിലവിലുണ്ട് എന്നാണ് യോഗി സർക്കാർ പറയുന്നത്. അപ്പോൾ ഈ 144 നിലവിലുള്ള സമയത്ത് തന്നെയല്ലേ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ എത്തിയത്? പക്ഷെ പ്രിയങ്കക്ക് മാത്രം അവിടെ പോകാൻ വേണ്ടി സാധിക്കുകയില്ല. അത് മാത്രമല്ല, മിർസാപൂരിൽ വെച്ച് പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റും ചെയ്യുന്നു. കാരണം പ്രിയങ്ക ഗാന്ധി ഗ്രാമവാസികളെ കണ്ടു കഴിഞ്ഞാൽ അവരനുഭവിച്ച ക്രൂരതയുടെ യഥാർത്ഥ റിപ്പോർട്ടുകൾ പുറത്തു വരും. അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധി രംഗത്ത് വരുമെന്നുള്ള ഒരു വലിയ ഭയമാണ് യോഗി സർക്കാർ പ്രിയങ്ക ഗാന്ധിക്ക് അനുമതി നിഷേധിക്കാനുള്ള കാരണം. തുടർന്ന് പ്രിയങ്ക ഗാന്ധി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കുന്നു. അവിടെയും പ്രിയങ്ക ഗാന്ധി പ്രതിഷേധിക്കുന്നു. രാത്രിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. ആ സമയം അവിടെയുള്ള അധികാരികൾ വൈദ്യുതി വിച്ഛേദിക്കുന്നു. വൈദ്യുതി വിച്ഛേദിച്ച സമയത്ത് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ സമരം നടത്തുന്നു, ശക്തമായ പ്രതിഷേധം നടത്തുന്നു. ഗ്രാമവാസികളെ കാണാതെ താൻ തിരിച്ചു പോകില്ല എന്ന് വലിയ വിശ്വാസത്തിൽ പറയുന്നു. അങ്ങനെ അതിനുശേഷം അവിടേക്കുള്ള കുടിവെള്ളം വിച്ഛേദിക്കുന്നു. അങ്ങനെ ക്രൂരമായിട്ടുള്ള ഒരു പീഡനത്തിന് പ്രിയങ്ക ഗാന്ധിയെയും കൂട്ടരെയും അധികാരികൾ ഇരയാക്കുന്നു. ഒടുവിൽ പ്രിയങ്ക പറയുന്നു, ഗ്രാമവാസികളെ കാണാതെ തിരിച്ചു പോകാൻ താൻ ഒരുക്കമല്ല, അതുകൊണ്ട് അവരെ കാണുന്നത് വരെ താൻ ഇവിടെ തന്റെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. പക്ഷേ അധികാരികൾ ഇതൊന്നും ചെവികൊള്ളാൻ തയ്യാറാവുന്നില്ല. യോഗി സർക്കാർ പ്രിയങ്കയെ മാത്രം വേട്ടയാടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നേതൃത്വം യുപിയിലേക്ക് അയച്ചത് വ്യക്തമായ ഒരു ലക്ഷ്യത്തിന്റെ പേരിലാണ്. തിരഞ്ഞെടുപ്പ് 2022 നിയമസഭാ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അവിടെ വളർത്തിയെടുക്കണം. കാരണം കോൺഗ്രസിന്റെ എല്ലാ മേഖലയും തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് UP സൂചിപ്പിക്കുന്നുള്ളത്. അവിടെ 2022 വരെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഒരു നേട്ടം കൊയ്യാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം BJPയെ വേട്ടയാടുന്നുണ്ട്. ആ വിശ്വാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പ്രിയങ്കയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് ഈ വേട്ടയാടൽ നടത്തുന്നുള്ളത്. എന്തായാലും പ്രിയങ്കയുടെ നിലവിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഗ്രാമവാസികൾക്കിടയിലും അവിടെയുള്ള പൊതുജനങ്ങൾക്കിടയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.